ചരിത്രം യഥാർത്ഥത്തിൽ വർത്തമാനകാലത്തിന്റെ ഒരു ഊർജ്ജമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കൊല്ലം ചരിത്രം സംസ്കാരം രാഷ്ട്രീയം എന്ന പുസ്തക പ്രകാശന ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPM മുതിർന്ന നേതാവ് S രാമചന്ദ്രൻ പിള്ള പുസ്തകം വിശിഷ്ട വ്യക്തികൾക്ക് നൽകി പ്രകാശനം ചെയ്തു. ശരിയായ ചരിത്രം ഇഷ്ടപ്പെടാത്തവരാണ് ചരിത്രം വളച്ചൊടിക്കുന്നതും തിരുത്തി എഴുതുന്നതുമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ചരിത്രം പുതുക്കുകയല്ല, വസ്തുനിഷ്ഠമായി പറയുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മഹാത്മാഗാന്ധി എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഇതൊരു സംസ്ഥാനത്തിലെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി കൊടുത്ത ചോദ്യമാണ്. മനസ്സിലായില്ലേ? അപ്പം എന്താ ഇതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം മഹാത്മാഗാന്ധിയെ ആരും കൊന്നതല്ല, മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതാണ്. എത്ര സുന്ദരമായിട്ട് ഒരു വലിയ സംഭവ പരമ്പരയിൽ നിന്ന് രക്ഷപ്പെടാം. എന്നാൽ ചരിത്രം യഥാർത്ഥത്തിൽ വർത്തമാനകാലത്തിൻ്റെ ഊർജമാണ്. ആ ഊർജമാവും എന്ന് മനസ്സിലാക്കിയവരാണ് വർത്തമാനകാലത്ത് ഒരിക്കലും സ്മരിക്കാൻ ഇടയുണ്ടാവാൻ പാടില്ല എന്ന് ധരിക്കുന്ന ചരിത്രത്തെ മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തെ ആധുനിക സമൂഹമാക്കാനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ കൊല്ലത്തിന്റെ സമ്പന്നമായ ചരിത്രം വിവരിക്കുന്ന ഈ ഗ്രന്ഥം സഹായകരമാകുമെന്ന് CPM മുതിർന്ന നേതാവ് S രാമചന്ദ്രൻ പിള്ള കൊല്ലം ചരിത്രം സംസ്കാരം രാഷ്ട്രീയം എന്നീ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കൊല്ലം നൽകിയ സംഭാവനകളെയും അതിന് കരുത്തു പകർന്ന ചരിത്ര പശ്ചാത്തലവുമാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. പ്രാചീന സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന പരമ്പരാഗതമായ ജീവിതക്രമങ്ങളിൽ നിന്ന് ഇത് നവോത്ഥാന പ്രസ്ഥാനവും തുടർന്ന് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളും നടത്തിയ ഇടപെടലുകളുടെ ഫലമായി കൊല്ലം വലിയ പുരോഗതിയിലേക്ക് കടന്നു. മുതിർന്ന CPM നേതാവ് PK ഗുരുദാസൻ, എഴുത്തുകാരൻ GR ഇന്ദുഗോപൻ, കവി കുരിപ്പുഴ ശ്രീകുമാർ എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. NS പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ 2023 സംഘടിപ്പിച്ച കൊല്ലം മഹോത്സവത്തിൽ അവതരിപ്പിക്കപ്പെട്ട 400ഓളം പ്രബന്ധങ്ങളാണ് പുസ്തക രൂപത്തിലാക്കിയത്. കൊല്ലം മഹോത്സവം സംഘാടക സമിതി ചെയർമാൻ K വരദരാജൻ അധ്യക്ഷനായിരുന്നു. മന്ത്രി KN ബാലഗോപാൽ, CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ, ഡോക്ടർ സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.